ഹേ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 16 ആണ്. സോ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ഈസ് അസസ് ദ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആൻഡ് സോഷ്യോ കൾച്ചറൽ പ്രോബ്ലംസ് ഇൻ ദ ഇൻ്റഗ്രേഷൻ പ്രോസസ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇതെന്താണ്? പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷനിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ പാർട്ടിൽ നിന്ന് UPSC ഇങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. വല്ലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആയി, ആൻഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറും. ഓക്കെ, assess the main administrative and socio-cultural problems in the integration process of Indian princely states. Okay, എങ്ങനെ ഇൻട്രോ എടുക്കാം? The integration of 565 princely states post 1947 was a Herculean administrative and socio-cultural challenge for independent India. While Sardar Patel's diplomacy ensured political unity, disparities in governance, feudal loyalties and regional identities posed significant hurdles in creating cohesive nation. 1947 there were nearly 565 princely states, and integrating these princely states into one country or one nation was a difficult task for our forefathers. So it was the works of Sardar Patel which helped in the integration of these states. But the issues like political unity, disparities in governments, cultural disparities, ഇതൊക്കെ എന്തായിരുന്നു? ഇതിന് പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്തിരുന്നു? പിന്നോട്ട് വലിച്ചിരുന്നു. Or other intro can be the merger of princely state into India was complex process marked by administrative fragmentation or socio-cultural resistance from feudal hierarchies to legal inconsistencies. The integration demands strategic negotiation, leaving lasting impact on India's federal structure and identity politics. അന്നത്തെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ആയിരുന്നു പിന്നീട് ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനൊക്കെ കാരണമായിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ, ഡൈവേഴ്സിറ്റി ഇൻ ഗവേണൻസ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയായിരുന്നു? ദർ വർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊവിൻസസ് ഉണ്ടായിരുന്നു, അല്ലേ? ട്രൈബൽ ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു കുടക്കീയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പ്രിൻസ്ലി സ്റ്റേറ്റ് ഹാഡ് പിന്നെ ഈ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിലും എന്തായിരുന്നു? വാരിഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇതായിരുന്നു. ചിലത് ഓട്ടോക്രാറ്റിക് ആയിരുന്നു, ചിലത് ഫ്യൂഡൽ ആയിരുന്നു, ചിലത് സെമി ഡെമോക്രാറ്റിക് ആയിരുന്നു. ഇതിനെല്ലാം ഒരു ഡെമോക്രാറ്റിക് നേഷനിലേക്ക് കൊണ്ടുവരിക വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. എക്സാമ്പിൾ, ഹൈദരാബാദ് ഹാഡ് ഇറ്റ്സ് ഓൺ കറൻസി ആൻഡ് ബ്യൂറോക്രസി റെസിസ്റ്റിംഗ് സ്റ്റാൻഡേർഡൈസേഷൻ. പെട്ടെന്ന് ഹൈദരാബാദിൽ പോയിട്ട് അവിടെ അത്രയും കാലം ഒരു കറൻസിയും ഒരു ഇറ്റ്സ് ഓൺ ബ്യൂറോക്രസിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇത് ഇന്ത്യയുടെ യു ആർ ഇന്ത്യാസ് പാർട്ട് ആൻഡ് യു ഷുഡ് യൂസ് ദിസ് കറൻസി ആൻഡ് വി ആർ യുവർ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദെയർ പീപ്പിൾ ടു accept it. Okay, so lack of centralized records. Many states maintain independent revenue, judicial and land record, complicating merger with British Indian province. Okay, എന്താണ്? റെക്കോർഡ്സ് കീപ്പ് ചെയ്തിരുന്നതും പല സ്റ്റേറ്റ്സും പല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിലേക്ക് കൊണ്ടുവരാൻ വാസ് ഡിഫിക്കൾട്ട്. മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി challenges. Some princely state had their own army leading to conflict. അതായിരുന്നു ലാസ്റ്റ് ആഫ്റ്റർ ദാറ്റ് ജുനാഗഡ്, ഹൈദരാബാദ്, കാശ്മീരിലൊക്കെ കണ്ടുവന്നത്. Then economic disparities. State like Travancore was prosperous while others like Bastar were underdeveloped, causing fiscal imbalance. പിന്നെ ഇതിനെല്ലാം കൂടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വാസ് എ ഹെർക്കുലിയൻ ടാസ്ക്. Legal and judicial integration. Princely state had separate legal codes like Hyderabad's Darbar codes. Integrating them to Indian penal code and high court system took years. Okay. ബ്യൂറോക്രാറ്റിക് റെസിസ്റ്റൻസ് ആൻഡ് സ്റ്റാഫ് ഇൻ്റഗ്രേഷൻ. എല്ലായിടത്തും അവർക്കുടേതായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്. ചില സ്റ്റേറ്റ്സിൽ എന്തുണ്ട്? നവാബ്സ് ഉണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരുണ്ട്. ഇങ്ങനത്തെ ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറായിരുന്നു. അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടുവരിക വാസ് എ ഹെർക്കുലിയൻ ടാസ്ക്. പ്രിൻസ്ലി സ്റ്റേറ്റ് ഹാഡ് സെപ്പറേറ്റ് സിവിൽ സർവീസ്. Example, Hyderabad's Nizam bureaucracy leading to clashes with Indian administrative service officers post-merger. Loyalty concerns was there.
Officials accustomed to royal patronage resisted the centralized policies, relies in administrative harmonization. Even if they have integrated with the nation like India, they resisted for changes. The changes that was brought from India was not accepted by others in the princely states. Then infrastructure and communication rights. സ്റ്റിൽ ഇപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ചില ഏരിയാസിൽ കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും നന്നായിട്ടുണ്ട്, ബട്ട് ദർ ആർ സം ഏരിയാസ് ഇൻ വിച്ച് ദേ ആർ നോട്ട് കണക്റ്റഡ്, ലൈക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, കാശ്മീരിലൊക്കെ എന്തുണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, കണക്ടിവിറ്റി കുറവാണ്. ദെൻ സോഷ്യോ കൾച്ചറൽ പ്രോബ്ലംസ്, ലോയാലിറ്റി ടു റൂളേഴ്സ് വേഴ്സസ് നാഷണൽ ഐഡൻറ്റിറ്റി. മെനി സബ്ജക്ട്സ് ഐഡൻറ്റിഫൈ മോർ വിത്ത് ദയർ കിങ് ദാൻ വിത്ത് ഇന്ത്യ. അവരുടെ കിങ്ങിൻ്റെ സബ്ജക്റ്റായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത് rather than a citizen of India. Example, Jodhpur's ruler initially considered joining Pakistan. Caste and feudal hierarchies. Princely states like Rajputana and Hyderabad had entrenched feudalism, delaying democratic reforms. Untouchability and zamindari system persisted post-integration. ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ടെന്നല്ല, ലൈക്ക് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സ്റ്റിൽ പ്രിവാലൻ്റ് ഇൻ ദ കൺട്രി. സോ ആ ഒരു സമയത്തും എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാലിറ്റി, റൂൾ ഓഫ് ലോ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് വളരെ കുറവായിരിക്കും. അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് സിറ്റിസൻസ് എത്തിയിട്ടുണ്ടാവില്ല. ദെൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയർ. സ്റ്റേറ്റ്സ് ലൈക്ക് ട്രാവൻകൂർ, മലയാളം, മൈസൂർ കന്നഡ, കാശ്മീർ കന്നഡ ഹാസ് സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റീസ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ സ്ട്രൈക്സും കാര്യങ്ങൾക്കും ശേഷമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ലിറ്റററി ബേസിസ് എന്നൊരു സംഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ വാസ് ഇൻ എ കംപ്ലീറ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസും കൂടെ വെച്ചിട്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ റിലീജിയസ് ആൻഡ് കമ്മ്യൂണൽ ടെൻഷൻ. ജുനാഗഡിൽ എന്തായിരുന്നു, മുസ്ലിം റൂളർ, ഹിന്ദു മെജോറിറ്റി. കാശ്മീരിൽ ഹിന്ദു റൂറൽ, മുസ്ലിം മെജോറിറ്റി. ഫേസ് കമ്മ്യൂണൽ സ്ട്രൈഫ്. ഹൈദരാബാദ് റസാക്കർ മൂവ്മെൻറ്റ് സോട്ട് എ മുസ്ലിം ഡോമിനേറ്റഡ് സ്റ്റേറ്റ്. ദെൻ റെസിസ്റ്റൻറ്റ് ടു അരിസ്റ്റോക്രസി. Landlords and nobles lost privileges, leading to opposition like Patidas in Gujarat, and peasant movements like Telangana rebellion demanded land reforms. എന്താണ് ഇതുവരെ there are people who had special privileges in the society, like നമ്മുടെ രാജാവിൻ്റെ ആ ഒരു രാജകൊട്ടാരമായിട്ട് നിൽക്കുന്ന ആൾക്കൊക്കെ they were having special privileges in the society. Like that there are peoples like zamindars and all, they were also having special privileges. They were seen as lords. But after the independence we strongly believed in the equality. So എല്ലാവരും ഒരുപോലെ കാണുക എന്നൊരു കൺസെപ്റ്റ് വന്നപ്പോൾ ആളുകൾക്ക് എന്താണ് ആ ഒരു ഐഡിയനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് അവർ സൊസൈറ്റി അറ്റ് ദാറ്റ് ഡേ വാസ് സ്ട്രോങ്ലി ബിൽഡ് ഓൺ കാസ്റ്റ് ഹൈറാർക്കീസ് ആൻഡ് ഓൾ. സോ അവർക്ക് എന്തായിരുന്നു, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. Erosion and traditional patronage. Princely state maintained royal patronage of arts, temples and education. Mysore Jagan Mohan Palace Arts, Travancore Temple Entry Proclamation. Integration disrupted the system, causes cultural disorientation among dependent communities. Devdasis in Tanjore lost royal patronage, leading to socio-economic marginalization. Then clash in modern versus feudal mindset. നേരത്തെ പറഞ്ഞ പോലെ തന്നെ there are modern urban elites in British India embraced democratic values, while princely state were accustomed to feudal obedience. They were obedient to their kings, but the nation makers or our freedom forefathers were trying to indulge the ideals of democratic values to the society. So there were a large issues between this modern democratic values versus feudal mindset of people. Okay. Rajputana state resisted Panchayati Raj initially, viewing it as undermining the royal authority. Royal authority undermine ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിരുന്നു, പഞ്ചായത്ത് രാജിന് ഇനീഷ്യലി ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്തിരുന്നു രജപുത്താന സ്റ്റേറ്റ്.
ദെൻ കോൺസിക്വൻസസ് എങ്ങനെയായിരുന്നു? സർദാർ പട്ടാൽ ആൻഡ് വി പി മേനോൻസ് ഡിപ്ലോമസി എൻഷ്യൂർഡ് മോർ സ്റ്റേറ്റ് ആൻഡ് അസീഡഡ് വിയ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസഷൻ. മെജോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ്സിനും ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസഷൻ വഴി ആരെന്ത് ചെയ്തിട്ടുണ്ട്? സർദാർ പട്ടേലും വി പി മേനോനും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു. ആഫ്റ്റർ ദാറ്റ് ആർട്ടിക്കിൾ 370 ആൻഡ് ആർട്ടിക്കിൾ 374 JNK, 374 ഫോർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഗേവ് ടെമ്പററി അക്കോമഡേഷൻ ഫോർ ദോസ് സ്റ്റേറ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് നോർത്ത് ഈസ്റ്റ്. Then integration council and gradual administrative reforms helped in assimilation. But do you think ഇപ്പോഴും ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്? ദർ ആർ സ്റ്റിൽ എന്താണ് സ്റ്റേറ്റ് ബൗണ്ടറി ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് കാസർഗോഡായിട്ട് ഇഷ്യൂ ഉണ്ട്. ആർക്ക്? കാസർഗോഡ്, കർണാടകയും കേരളവും കാസർഗോഡായിട്ട് ഇഷ്യൂ ഉണ്ട്. ദർ ഇസ് എ പ്ലേസ് കോൾഡ് ബെഗൽവി ബിറ്റ്വീൻ കർണാടക ആൻഡ് മഹാരാഷ്ട്ര. അവിടെ എന്താണ് ഈ ഒരു ബൗണ്ടറി ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബൗണ്ടറി ഇഷ്യൂസ് ഉണ്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. സോ ദിസ് പ്രോസസ് ഇസ് സ്റ്റിൽ ഇവോൾവിങ്. ദിസ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ പ്രോസസ് സ്റ്റിൽ ഇവോൾവിങ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ചാലഞ്ചസ് ഒരുപാട് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു പ്രോസസ്സ് എന്താണ്? ഒരു ഇവോൾവിങ് പ്രോസസ്സാണ്. ഓക്കെ. Integration of princely state was a master stroke of political and administrative consolidation, but it faced hurdle due to diverse governance models, socio-cultural differences, resistance from elites. The success of process led to the foundation of India's federal democracy, though some issues persist today. Like സോർച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു പ്രോസസ്സ് എന്തിനു വന്നിട്ടുണ്ട്? നമ്മുടെ ഫെഡറൽ ഡെമോക്രസിയുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് integration of princely state led by Patel and Menon unified India despite of administrative and cultural hurdles. Their pragmatic diplomacy ensured a peaceful transition, strengthening India's federal democracy and setting a global example for nation building. എന്താണ് വളരെ നന്നായിട്ട് ഈ ഹർഡിൽസൊക്കെ തരണം ചെയ്ത് ആഫ്റ്റർ ദാറ്റ് ഇന്ത്യ പോലൊരു കൺട്രിയുടെ ഫോർമേഷൻ, നേഷൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഇവരുടെ വർക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ടുമോറോ. താങ്ക് യു ഓൾ.